അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം സംഭവിക്കുന്നതിൻ്റെ വാർത്ത അടുത്തിടെ സ്ഥിരമായി കേൾക്കുന്നു. ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നെഗ്ലീറിയ ഫൗലിറി വിഭാഗത്തിൽപ്പെടുന്ന അമീബയാണ് രോഗകാരി. ഈ അമീബ തലച്ചോറിൽ എത്തുന്നതാണ് ജീവൻ പോലും ഭീഷണിയാകുന്നത്. അമീബിക് മസ്തിഷ്കജ്വരം എന്താണെന്നും അവ മരണകാരിയാകുന്നത് എങ്ങനെയാണെന്നും നോക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നു. തുടർന്ന് തലച്ചോറിനെ ഗുരുതരമായി ബാധിച്ച് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത്. രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് രോഗബാധയുണ്ടാകുന്നത്. ഇത്തരം അമീബ മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരില്ല. അമീബ തലച്ചോറിൽ പ്രവേശിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം. ഇത് ഗുരുതരമാകുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ജപ്പാൻ ജ്വരം, നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്കജ്വരമാകുന്നവയാണ്. അത്തരത്തിൽ അമീബ മൂലം മസ്തിഷ്കജ്വരം വരുന്ന അവസ്ഥയാണിത്. ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി മുതലായവയാണ് ഇതിൻ്റെ രോഗലക്ഷണം. പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകാറില്ല. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി. ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ 100% ഇതിൻ്റെ മരണനിരക്ക്. അതായത് വെറും 4-5 കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാകുക. രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപേ തിരിച്ചറിയാൻ സാധിച്ചാൽ ജീവൻ രക്ഷിക്കാനാകും. ഫംഗസ്, ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാനായാൽ അപകട സാധ്യത കുറയ്ക്കാനാവും. പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യത കുറവുമൊക്കെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്.